സൽമാൻ. ഓ 4B പഠിക്കുന്ന സത്താറിന്റെ അടങ്കൈ. അന്ന് ഞങ്ങളുടെ ക്ലാസ്സുകാരായിട്ട് തല്ലുണ്ടായപ്പോ ഇവന്റെ സൈക്കിളിന്റെ കാറ്റാ ഞാൻ ഒരു വിട്ടത്. ഇവന് തെങ്ങാനോ അറിഞ്ഞോ? ഒട്ടകങ്ങൾ വരി വരി വരിയായി പിന്നെയും വരിയായി പിന്നെയും പിന്നെയും വരിയായി. എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? ഞാനോ? ഹെൽപ്പോ? എനിക്കെന്ത് വാങ്ങിച്ചു തരും? ഞാനെന്താ ചെയ്യണ്ടേ? എന്തത്? ഇത് എനിക്ക് വേണ്ടിയല്ല, ഇവനാ. എനിക്കാ. അമ്മേ, നിന്നെ ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്റെ കൊച്ചാപ്പേന്റെ അടുത്ത് പറയും. കൊച്ചാപ്പേന്റെ കയ്യില് കത്തിയുണ്ട്, ശരിക്കും കിട്ടും, നോക്കിക്കോ. പോയോ? എടാ ഒന്ന് ക്ഷമിക്കടാ, നിന്നോട് ഞാൻ എത്ര സോറി പറഞ്ഞടാ. നീ സോറി പറഞ്ഞ അവിടെ അടിച്ച വേദന എന്റെ മുഖത്തുനിന്ന് പോവോ? ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? നീ എന്നോട് മിണ്ടാൻ വരണ്ട. നമ്മുടെ അന്ന് ഇന്ന് രാവിലെ തുടങ്ങിയതാ ഇപ്പൊ തീർന്നു. എടാ അങ്ങനെ പറയലടാ. പിന്നെ മര്യാദക്ക് എന്നെ മുന്നിൽ നോക്കോ. ഒരു ഫുൾ കോഴി ബിരിയാണി വാങ്ങിച്ചെന്നാ ഈ പ്രശ്നം തീരോ? എപ്പോ വാങ്ങിച്ചു തരും? മോനെ ഈ പണിയൊപ്പിച്ചേ മണപ്പള്ളി പവിത്രന എന്ത്? ഈ 5 വട്ടം നരസിംഹം കണ്ടട്ടെ അതിനൊരു ഹാങ് ഓവർ പോയിട്ടില്ല. ആരാ നിന്നതല്ലേ അത് പറ. ഔസ്മാനും അവന്റെ ഫ്രണ്ട്സും. ആരാ മോനെ ദിനേശ് അയ്യരപ്പാളിത്തരൊക്കെ കാണിച്ചേ? ഉസ്മാൻ പറഞ്ഞിട്ട്. ഏത് നായിന്റെ മോൻ പറഞ്ഞിട്ടായാലും ശരി ഇതിനൊരു തീരുമാനമുണ്ടാക്കണം. നീ ആരെയാ തലിയെന്നറിയോ? എന്റെ ഫ്രണ്ട്. നിന്റെ പെങ്ങടെ പുറകെ നടന്നിട്ട് ശല്യം ചെയ്താ നീ എന്ത് ചെയ്യും? പന്നി. അത് തന്നെ ഞാനും ചെയ്തേ. നീ എന്നോടത് പറഞ്ഞില്ല? നീ എന്നോടത് ചോദിച്ചില്ലല്ലോ. പണി പാലുമ്പളത്തിൽ കിട്ടി. മിസ്റ്റർ ഉസ്മാൻ, വെൽ നമ്മൾ മുതിർന്നവരല്ലേ ഇതൊക്കെ കണ്ടറിഞ്ഞ് ക്ഷമിക്കേണ്ടത്. വന്നക്കോലങ്ങൾ കള്ളിപ്പൈൻ പാലിൻ മധുരം കുഞ്ഞിപ്പെണ്ണിൻ നെഞ്ചിൻ സ്നേഹം How many times have I told you not to peep into my matter? It's very disturbing. What's wrong with you, you bully? ഇംഗ്ലീഷ് ആണല്ലോ. ആക്ച്വലി മിന്നു. Now, what do you want from me? മിന്നു MBA പഠിക്കുന്ന ഇംഗ്ലീഷ് പറയുന്ന കുട്ടിയാണെന്ന് കരുതി എന്റെ ഇംഗ്ലീഷിലുള്ള ബർത്ത്ഡേ വിഷസ് വേണ്ടാന്ന് വെക്കരുത്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അത് മാത്രമല്ല മിന്നുവിന് ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റും കൊടുത്തയച്ചിട്ടുണ്ട്. ആ ഡോറും തുറന്നു നോക്കൂ. ആൻഡ് വെയിറ്റ് ആൻഡ് സീ. What? ഇഞ്ഞ.
തന്തൂരി ചിക്കൻ ബിരിയാണി ചിക്കൻ ഇതെന്ത് സാധനം കൊള്ളരുത് പച്ച നിറവ് ഇതുവരെ കഴിച്ചല്ലോ ഇത് മാട്ടാ രണ്ട് കോഫി ഒന്ന് വിത്തൗട്ട് വേറെ എന്തെങ്കിലും വേണോ സാർ? എന്നാ പിന്നെ പച്ചവെള്ളം പറഞ്ഞ അണ്ണാ ഏതും ഉണ്ടാക്ക ചിരിച്ചോ എന്നിട്ട് അങ്കിളിന് എന്നോട് കുറെ സംസാരിക്കാണ്ടെന്നല്ലേ പറഞ്ഞേ. അപ്പൊ അത്രയും നേരം ഈ ഒരു കോഫി ആയിട്ടിരുന്ന മോശമായി പോവില്ലേ? ഇവർക്ക് എന്താ തോന്നുക? ഇത് കഴിഞ്ഞാൽ വേറെ രണ്ട് കോഫി വാങ്ങിത്തരാം. തന്നെയല്ല, ഞാനിപ്പോ നിനക്ക് ചിക്കനും പൊറോട്ടാക്ക് വാങ്ങി തന്നാലേ ഞാൻ പറയുന്ന ഒരു വക നീ കേൾക്കാൻ പോകുന്നില്ല. നിന്നെ എനിക്കറിയാവുന്നതല്ലേ. ശരി അങ്കിൾ. എന്നിട്ട് എന്തുണ്ടായി അത് പറ. എന്നിട്ടെന്താവാൻ? ഞങ്ങള് കാപ്പി പിടിച്ചു. പണ്ടാറൻ തീറ്റയുടെ കാര്യമല്ല, എന്റെ വാപ്പ നിന്നോട് എന്താ പറഞ്ഞേ അത് പറ. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ 1.5 വർഷമായി നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പണിയും ചെയ്യാതെ തേരാപ്പാര നടന്ന് സമയം കളഞ്ഞു. അതെങ്ങനെ പാസ്സായാലല്ലേ ആരെങ്കിലും വിളിച്ചു പണി തരത്തുള്ളൂ. ഞാൻ ഫുൾ പാസ്സായതാ. എന്നിട്ട് എന്നാ വെച്ചാ ഉണ്ടായി? പണിയൊന്നുമില്ലാതെ വെറുതെ ഇരിക്കണല്ലേ. അവനോട് ഞാൻ എന്റെ ബിസിനസ്സിലോട്ട് ഇറങ്ങി വരാൻ പല പ്രാവശ്യം പറഞ്ഞു. അപ്പൊ അവന് സ്വന്തമായിട്ട് എന്തോ തുടങ്ങണമെന്നോ ഉണ്ടാക്കണമെന്നോ പറഞ്ഞു. സമ്മതിച്ചു, നടക്കട്ടെ. എന്നിട്ടിപ്പോ എന്ത് ബിസിനസ് ഉണ്ടാക്കണം എന്നതിനെ പറ്റി പഠിക്കാൻ വേണ്ടി നീ അവനും കൂടെ ഇവിടെ നിന്ന് പോയിട്ട് നാളേക്ക് മാസം 3 തികയ. എന്താ പണിയെടുത്തതിനോടൊന്നും ആഗ്രഹമില്ലേ? അതെന്താ ആഗ്രഹമില്ലേ? ഞാൻ പണിയെടുക്കുന്ന നീ കാണുന്നില്ലേ? ഇത് നീ അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് എടുക്കുന്ന പണിയല്ലേ? എന്തായാലും പണിയെടുത്താ പോരെ. ഇതിനിടയിലേ നിന്റെ പാപ്പ ഞാൻ അറിയാത്തൊരു കാര്യം പറഞ്ഞു. അതിന്റെ സത്യാവസ്ഥ എനിക്ക് പറയണം. എന്താ? കഴിഞ്ഞ മാസം കോയമ്പത്തൂർ വെച്ചെന്തോ ബിസിനസ് മീറ്റോ മറ്റോ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ എന്നോട് 45,000 രൂപയും വാങ്ങിപ്പോയി. അതിന്റെ കാര്യം എന്തായി? അതെപ്പോ? കഴിഞ്ഞ മാസം മനസ്സും ശരീരവും കുളിർപ്പിക്കാൻ വേണ്ടി ഞാനും ഷാഫി മിഥുനും നീയൊക്കെ കൂടി മൂന്നാറ്, തേക്കടി, വയനാട് ഇതൊക്കെ കറങ്ങി ഓർക്കുന്നുണ്ടാ? ഇപ്പൊ ഞാൻ ഓർക്കുന്നു. അതാണ് 45,000. ഇതാണ് കാര്യമെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കണം. താങ്ക് യു മോനെ, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇതുവരെ ഒന്നായിട്ടേ കണ്ടിട്ടുള്ളൂ. നിന്റെ കൂടെ നടന്ന അവൻ വഷളായി എന്ന് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ ദയവ് ചെയ്ത് നീ അവന്റെ കൂടെ നടന്ന് നിന്റെ ജീവിതം തുണയ്ക്കരുത്. അയ്യോ അങ്കിൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഞങ്ങൾ തമ്മിൽ ഒരുപാട് ബിസിനസ് പ്ലാൻസ് വർക്ക്ഔട്ട് ചെയ്തു. എന്നിട്ട് നിനക്ക് എന്റെ സ്റ്റാറ്റസിനെ പറ്റി അറിയില്ല. എനിക്ക് തന്തൂരിയും ഷവായും ഷവർമയും അൽഫാമും ഇല്ലാത്ത റെസ്റ്റോറന്റിനെ പറ്റി ചിന്തിക്കാനേ പറ്റില്ല. ഐ കാൻ ഇമാജിൻ. നീ ആദ്യം ആകാശത്ത് താഴോട്ടൊന്ന് ഇറങ്ങി കോപ്പ്. എടാ നമ്മളെ കൊണ്ട് ഒന്നും കൂട്ടിയാ കൂടൂല. അങ്ങനെയാണെങ്കിൽ എന്ന് കൂട്ടിയാ കൂടുന്നു അന്ന് നമുക്ക് ഐഡിയ ഉപയോഗിക്കും. ലേഡീസ് ഐറ്റംസ് മാത്രം വിൽക്കുന്ന സ്റ്റേഷനറി ആൻഡ് ഫാൻസി സ്റ്റോർ ആണെങ്കിൽ നമുക്ക് ഈ പ്ലാനുമായിട്ട് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ ഇതിവിടെ വെച്ച് നിർത്താം. സൽമാനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്ലാനാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. നിനക്ക് വേണ്ടി ലേഡീസ് ഐറ്റംസ് ഒരു പ്രത്യേക സെക്ഷൻ ഒരുക്കിയിട്ടുണ്ട്. സെക്ഷൻ? ആ പ്ലാൻ എന്റെ കക്ഷത്തിൽ വെച്ചാൽ ഇങ്ങോട്ട് എടുക്കണ്ട. ലേഡീസ് സ്റ്റോർ ആൻഡ് ലേഡീസ് സ്റ്റാഫ്സ് ഓൺലി. സൽമാനെ, നമ്മുടെ നാട്ടിലെ പെമ്പിള്ളേരെ മൊത്തം ഡ്രൈവിംഗ് പഠിപ്പിക്കണമെന്ന് നിനക്കെത്ര നിർബന്ധം? എടാ മനോജ്, നീ ഒന്ന് ആലോചിച്ച് നോക്കി. ലേഡീസ് ഉള്ള ഡ്രൈവിംഗ് സ്കൂൾ ആകുമ്പോ അവിടെ കുറെ വണ്ടികളും പിന്നെ കുറെ പെമ്പിള്ളേരും നമ്മൾ മാത്രം. എന്ത് രസമായിരിക്കും അല്ലേ? എങ്കിൽ പിന്നെ നിനക്ക് ഗേൾസ് ഹൈസ്കൂൾ തുടങ്ങിയാ പോരെ? അതാകുമ്പോ വണ്ടി കാണില്ല, നമ്മളും പെമ്പിള്ളേരും മാത്രം. ആ വഴിക്ക് എന്റെ ആലോചന പോയി. നമുക്ക് അതൊന്നും ആലോചിച്ചാലോ? മുരിക്കലും പോയി. സൽമാനെ, മോനിപ്പോഴെങ്കിലും മനസ്സിലായി കാണുമല്ലോ. പട്ടിയോട്ട് പുല്ല് തിന്നത്തുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തുമില്ല. അപ്പൊ ഇതിലെ പശു ഞാനായിരിക്കും അല്ലേ? എല്ലാം കൂടി അവിടെ പോയി വിളമ്പി എന്നെ വെറും പട്ടിയാക്കിയല്ലേ? അതിനെന്താ, പശു നിന്റെ തൊട്ടടുത്തില്ലേ? എടാ എന്നിട്ട് അവസാനം എന്തുണ്ടായി അത് പറ. എന്തൊന്നു ചെറുക്കം പറഞ്ഞ? ആണായിട്ടും പെണ്ണായിട്ടും സൽമാൻ ഒരാൾ മാത്രമേ എനിക്കും ഷാഹിദയ്ക്കും ഉള്ളൂ. അതിപ്പോ ഒരു തെറ്റായി പോയി എന്ന് ഞങ്ങൾക്ക് തോന്നി തുടങ്ങി. അത് പിന്നെ ആയാലും പറ്റില്ലല്ലോ, പ്രായത്തിനൊക്കെ ഒരു പരിധിയില്ലേ. അതുകൊണ്ട് അവനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെയെങ്കിലും അവൻ നന്നാവും നോക്കട്ടെ. അവന്റെ അണ്ണാക്കിലും ഉള്ളു കേട്ടാ. കുട്ടിയെ ഞാനും ഷാഹിദി ഇന്നലെ പോയി കണ്ടു. ഞങ്ങൾക്ക് ഇഷ്ടമായി. ഇനി അവനെ ഒന്ന് അവർക്ക് കാണണം. പിന്നെ അവന്റെ ഫോട്ടോയും അവര് ചോദിച്ചു. ഒരു നല്ല ഷർട്ടും പാന്റും ഇട്ട ഒരു ഫോട്ടോ പോലും ഞങ്ങൾ നോക്കിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് നാളെ തന്നെ അവനെ ഒരു നല്ല ഷർട്ടും പാന്റും ഇടിയിച്ച് നീ അവിടെ വരെ ഒന്ന് കൊണ്ടുപോകണം.
നടക്കണ കേസല്ലേ ബായ്, എന്നെ കൊണ്ടൊന്നും പറ്റൂല. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, പായം തന്നെ എടുത്ത് നാളെ എന്റെ വീട്ടിലേക്ക് പോരെ, നമുക്ക് അവിടെ കിടക്കാം. അല്ലെങ്കിൽ ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും ഒഴിവ് പറഞ്ഞ് ഒഴിയാനാണ് ഭാവമെങ്കിൽ മേലിൽ എന്റെ വീട്ടിലേക്ക് അവൻ കാലെടുത്ത് വെക്കില്ല എന്ന് പറഞ്ഞേക്ക്. ശരി, നാളെ ഞാൻ വരാം. പെണ്ണും കാണാം, പക്ഷെ ഒറ്റ കണ്ടീഷൻ, ഈ കെട്ടിന് ഞാൻ സമ്മതിക്കില്ല. അതിപ്പോ ഏത് കാജൽ അഗർവാളായാലും ശരി. ഫ്രീ ആയി ജീവിച്ച് കൊതു തീർന്നില്ല ബായ്. നീ ഒഴിക്കുള്ളേ, കുറച്ചൊക്കെ ഡീസന്റ് ആവുക. നമ്മളെന്തായാലും ഇനി ഇങ്ങോട്ട് ഒന്നും വരാൻ പോലല്ലോ. അപ്പൊ ഇങ്ങോട്ട് വരാൻ വേണ്ടി വണ്ടി കടിച്ച് പെട്രോൾ മുതലോട്ട്. എന്താ രണ്ടുപേരും കൂടി ഒരു സ്വകാര്യം? ഒന്നുമില്ല, ഇവന് പെണ്ണിനെ കാണണം, സംസാരിക്കണം, ഭയങ്കര നിർബന്ധം. ഭയങ്കര അതിനെന്താ, ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ സാധാരണയല്ലേ? അതെ അതെ അതെ. ചേട്ടെ അല്ല, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ലഡു. ഇവിടെ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഞാനും സൽമാനും ഫൈനൽ ഇയർ പഠിക്കുന്ന സമയം. കുറച്ചുകൂടി ക്ലിയർ ആയി പറഞ്ഞ വാരണമായിരം സിനിമ ഇറങ്ങിയ സമയം. സൽമാൻ ആയിടയ്ക്ക് സൂര്യയുടെ ബാധയും കയറി ഒരു പുതിയ ഗിറ്റാറും മേടിച്ച്, പിന്നെ അതുകൊണ്ടായി പുള്ളിയുടെ ഫുൾ ടൈം നടന്നു. നീ അതിന്റെ നെഞ്ചത്തടിക്കാണ്ട് ബാക്കി കാര്യം പറ. കുറച്ച് റൊമാൻറ്റിക് ആവും മച്ചാനെ. ഞാൻ വേണമെങ്കിൽ സീരിയസ് ആവാം. എന്നിട്ട് നീ അവളെ ആദ്യമായിട്ട് ട്രെയിനിൽ വെച്ച് കണ്ടു. നീ മെക്കാനിക്കല്, അവള് കമ്പ്യൂട്ടർ സയൻസ്, പക്ഷേ ഫസ്റ്റ് ഇയറാ. അപ്പോ സിനിമാ ജാതകവശാൽ ഇതുവരെ എല്ലാം ഓക്കെ. പേര് വെച്ചോ? നസ്രിൻ. ഓഹോ, എന്തെല്ലാം സംസാരിച്ച? ഞാൻ കയറി ഹെഡ് ചെയ്തില്ലേ, പക്ഷെ ഞങ്ങൾ സംസാരിച്ച മുഴുവൻ സ്റ്റഡീസിനെ പറ്റിയിട്ടാ. എഞ്ചിനീയറിംഗ്, ഫിസിക്സ്, ഗ്രാഫിക്സ്, മെക്കാനിക്സ് വഗേര വഗേര. അതിന് നിനക്ക് എപ്പോഴും ഫസ്റ്റ് ഇയറിൽ 6 സപ്ലൈ ഉള്ളതല്ലേ? അത് അവക്കറിയില്ലല്ലോ. എന്നിട്ട് ഇനി എന്താ പരിപാടി? ഏയ്, ഞാനിത് അവളോട് പറയാനൊന്നും പോകുന്നില്ല. അതല്ല, ഇനി എന്താ ഭാവി പരിപാടിന്ന്? എന്റെ ഇഷ്ടം അവളോട് എനിക്ക് തുറന്നു പറയണം. നമ്മുടെ 5ECയിലെ ദീപല്ലേ, അവളോട് നസ്രീനെ കൊണ്ട് ഞാൻ റെസ്റ്റോറന്റ് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, എല്ലാം പ്ലാൻഡ് ആണ്. അവര് റൂംമേറ്റ്സ് അല്ലേ, വെൽ പ്ലാൻഡ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ പെമ്പിള്ളേരെ കാണാനും പിടിക്കാനൊക്കെ പോകുമ്പോഴേ എന്നെ എന്തിനാ കൂടെ കൊണ്ടോടെ? നല്ല ചോദ്യം. നിനക്ക് ലുക്സ് ഇല്ലല്ലോ. എടാ, അവര് നമ്മളെ കാണുമ്പോ നമ്മൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോ എനിക്കല്ലേ ഗ്ലാമർ കൂടുതൽ. അപ്പൊ ഒക്കെ എന്നോട് ഇഷ്ടം തോന്നിയാലോ? പോടാ കോഴി. താങ്ക് യു. ദീപ ചേച്ചി ഫോട്ടോ സെറ്റ് എടുക്കാൻ പോയതാ. 1 2 3 4. എന്നാ 4 ഷവർമ വേണ്ടേ? എന്താ നിനക്ക് വേണ്ടേ? ആദ്യം ഞാൻ എന്റെ കാര്യം ഒന്ന് പറയട്ടെ, എന്നിട്ട് നിന്റെ അണ്ണാക്കിലേക്ക് ഉണ്ടാക്കി തരാം. Keep going, my boy. Hi Nasrin. I'm Salman. நான் இது சொல்லி ஆகணும். நீ அவ்வளோ அழகு. இங்க இவரும் இவ்வளோ அழகா ஒரு அழகா பார்த்துருக்க மாட்டாங்க. അയ്യോ, തമിഴാണോ? എനിക്കൊന്നും മനസ്സിലായില്ല. ഇവിടെ ഇവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നല്ലോ. എന്താ, ഒന്നും ചോദിക്കുന്നില്ലേ? എന്താ പേര്? അയ്യോ, എന്റെ പേര് മറന്നുപോയോ? പക്ഷേ അന്ന് വന്നപ്പോ എന്റെ പേര് പറഞ്ഞാണല്ലോ എന്തോ ചോദിച്ചിരുന്നത്. അതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടല്ലോ അല്ലേ? പിന്നെ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? എന്നാ പോയേക്കാം. മനോജ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞോ എന്തോ. ചായ എടുക്കട്ടെ? വേണ്ട, കുറച്ച് തണുത്ത എന്തെങ്കിലും കിട്ടും. ഹലോ
അല്ല നിങ്ങളുടെ ജോലി എന്താന്ന് പറഞ്ഞില്ല. ലഡുവിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ജിലേബിയാ. സൂപ്പർ ആണല്ലോ. ഗ്ലാസ് വേണ്ടേ? ഞാൻ ആദ്യമായിട്ടാണ് ഈ പെണ്ണ് കാണാനൊക്കെ പോകുന്നത്. ആഹാ. അപ്പൊ അതിന്റെ ടെൻഷൻ. ഓഹോ, ഞാൻ വിചാരിച്ചു പഴയ വല്ല കാര്യങ്ങളും ആലോചിച്ചിട്ടായിരിക്കുന്നത്. അതൊക്കെ ഞാൻ എപ്പോഴേ മറന്നു. വെള്ളം വേണോ? എനിക്കെന്താന്ന് അറിയില്ല, ഒന്നും അത്ര പെട്ടെന്ന് മറന്നിട്ടേ ഇല്ല. 7 മാസം ഇന്ത്യൻ ഓയിലായിരുന്നു. ബോംബെ, മുംബൈ. അത് കിട്ടും. ഭയങ്കര ടഫ് ജോബാ. ഓ, ഇതിനിടയിൽ ഡാഡിക്ക് ഒരേ ഒരു ആഗ്രഹം, ഞാൻ IPS എഴുതിയെടുക്കണമെന്ന്. എന്താ ചെയ്യാ, മിച്ചറോട് പോയി. ഇപ്പൊ ഇവിടെ അങ്ങനെ നാട്ടുകാരും ഒക്കെ ആയിട്ട് ഇതൊക്കെ തന്നെ പരിപാടി. ഇപ്പോ ഫാദറിന്റെ ബിസിനസ് ഒക്കെ ചെറുതായിട്ട് നമ്മളെ കൊണ്ടാവുന്ന ഇതൊക്കെ നോക്കിയെടുത്തുന്നു. പിന്നെ പണ്ടത്തെ കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. അതൊക്കെ അന്നത്തെ ഒരു ആവേശത്തില്. അതൊക്കെ ചുമ്മാ ഒരു ചാൻസ് കിട്ടിയപ്പോ ഞാൻ ഒരു നമ്പർ ഇട്ട് നോക്കിയെന്നല്ലേ ഉള്ളൂ. എന്തായാലും ഇയാളാ പണ്ടത്തെ പൊട്ടിപ്പെണ്ണിൽ നിന്നൊക്കെ ഒരുപാട് സ്മാർട്ടായിട്ടുണ്ട്. ആഹാ. ഒരായിരം വട്ടം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നീ അപ്പോഴും അഴക് എന്നൊക്കെ പറയണമെന്ന് ഞാനിങ്ങനെ മനസ്സിൽ ആലോചിച്ചതാണ്. സത്യം. അതിന് നീ ഇങ്ങനെ തുറിച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, പെണ്ണ് കാണാൻ പോകുന്നതിന് മുമ്പ് പഞ്ച് ഡയലോഗ് ഇതൊന്നുമല്ലല്ലോ നീ അടിച്ചത്. അതും കണ്ടതാണ് ഈ പഴയ നസറിനെയും. നീ അത് വിട്. അവക്ക് എന്നെ ഇഷ്ടമായോ എന്തോ. സൽമാനെ, എന്തായാലും അവരിപ്പോ വീട്ടിലേക്ക് വിളിച്ച് റിസൾട്ട് പറഞ്ഞിട്ടുണ്ടാവുക. ഇന്ന് രാത്രി അറിയാം. അയ്യോ. പക്ഷേ എന്റെ പേടി അതൊന്നുമല്ല. പണ്ട് ഈ നസറിന്റെ കേസ് കയ്യിൽ നിന്ന് പാളിയപ്പോ അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, സുൽഫത്ത്. അവളെ ഞാനിതുപോലെ ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കിയതാ. സുൽഫത്ത് ഇത് നസറിനോട് പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? ഇല്ലേ? എടാ കോഴി. ഒന്ന് ചോദിക്കുമോ? നീ ചോദിക്കും. അല്ല, പെണ്ണിന്റെ വീട്ടുകാര് മോനെ കണ്ടിട്ട് എന്ത് പറഞ്ഞു? ഇത് നടക്കില്ല എന്ന് പറഞ്ഞു. അല്ല, എന്ത് ധൈര്യത്തിലാ അവർ ഇവന് പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുക? നമ്മുടെ ടെക്സ്റ്റൈൽ ഷോപ്പ് നോക്കി നടത്തുന്ന ഇവനാണെന്നാ ഞാൻ അവരോട് പറഞ്ഞത്. പറയാൻ എന്തെങ്കിലും ഒരു ജോലി വേണ്ടേ? ഒടുക്കം അവരന്വേഷിച്ചപ്പോ ഇവനൊരു ഷട്ടി വാങ്ങാൻ പോലും നമ്മുടെ കടയിൽ കയറി ഇറങ്ങിയിട്ടില്ലെന്ന അവരറിഞ്ഞത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനി അവനായി അവന്റെ പാടായി. നീ 2 ചപ്പാത്തി കൊണ്ടിരിക്കും. ഈ സംഭവത്തിന് ശേഷം പിന്നെ ഒരാഴ്ചത്തേക്ക് ഞാൻ നാട്ടിലില്ലായിരുന്നു. സൽമാനോട് പറയാതെ മുങ്ങിയത്. ഹലോ, അതിന് കാരണമുണ്ട്. എടാ, ഇന്നലെ വൈകിട്ട് വരെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എടാ, ഞാൻ അവിടെയൊക്കെ പോയി നോക്കി, അവിടെ ഒന്നും ചെന്നിട്ടില്ല. രണ്ടാമതും തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നസ്റിനെ കൈവിട്ട് വിഷമത്തിൽ നിൽക്കുന്ന സൽമാനോട് ഞാൻ പോയത് എന്തിനാന്ന് പറഞ്ഞു തുടങ്ങി. നീ വിഷമിക്കാതെ, ഞാൻ ഇതിനിടയ്ക്ക് തിരുവനന്തപുരം വരെ ഒന്ന് പോയി ഒരു ജോലിക്കാരെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. തിരുവനന്തപുരോ? എന്ത് ജോലി? എന്റെ വീടിന്റെ അടുത്ത് നിങ്ങളുടെ കുറച്ച് സ്ഥലം കിടപ്പില്ലേ, അവിടെ ഒരു കാറ്റൽ ഫാം, ഒരു കന്നുകാലി വളർത്തൽ കേന്ദ്രം. നമ്മുടെ ലാലേട്ടന്റെ ഇവിടം സ്വർഗമാണ് സിനിമ ഉണ്ടല്ലേ, ഏകദേശം അതുപോലത്തെ ഒരു സെറ്റപ്പ്. മനോജേ, നിന്റെ തലയ്ക്ക് വല്ല ഓളം ഉണ്ട്? ആരാടാ നിനക്ക് തൊലിഞ്ഞ ഐഡിയ പറഞ്ഞു തന്നത്? നിന്റെ പാപ്പ തന്നെ. പുള്ളി തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നേ. 8 വീട്ടിൽ മനോജ്, ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയർ. ഇനി മുതൽ പശുക്കളെ നീട്ടിച്ച് പുല്ലും കൊടുത്ത് നടക്കാൻ പോവാണോ? അതിനെന്താ, നീ സൈലന്റ് പാർട്ണർ ആയാ മതി. നിന്റെ പേര് തന്നെ തുടങ്ങാനാ ബാപ്പയുടെ ഓർഡർ. പേരുട്ടു സൽമാൻസ് കരൽ ഫാം. 2 പേരും കൂടി ഞാൻ അറിയാതെ എന്റെ നെഞ്ചത്തോട്ടെടുക്കാനാ പരിപാടി അല്ലേ? ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഞാൻ സമ്മതിക്കൂല. ശരിക്കും സമ്മതിക്കൂലേ? ഇല്ല. ഇതാ നിന്നോട് ഈ കാര്യം പറയാതെ ഞാൻ ഒരാഴ്ച ഇവിടുന്ന് മുങ്ങിയത്. നീ എന്തെങ്കിലും കാര്യം പറഞ്ഞ് കോലിട്ട് ആൾക്കും, എനിക്ക് ഉറപ്പായിരുന്നു.
നാളെ രാവിലെ 9 മണിക്ക് അനിമൽ ഹസ്ബൻഡറി ഓഫീസർ വരും തിരുവനന്തപുരത്ത് നിന്ന്. സ്ഥല ഇൻസ്പെക്ഷൻ വേണ്ടിട്ടാ. ഓഹോ, കാര്യങ്ങളുടെ നീക്കുപോക്ക് അവിടം വരെ എത്തിയല്ലേ? അതെ അതെ, ശരിയാക്കി തരാം. അനിമലിന്റെ ഹസ്ബൻഡ് ഓഫീസർ നാളെ രാവിലെ 9 മണിക്ക് ഞാനും വരും. ഈ പറഞ്ഞ ഓഫീസർ സമ്മതിച്ചാലല്ലേ ഇതൊക്കെ നടക്കൂ? നീ എന്നെ പണിയെടുത്ത് ജീവിക്കാൻ സമ്മതിക്കൂലേ? പണിയെടുക്കും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച്. പക്ഷെ അത് നീ പറഞ്ഞ പശുവിനെ പുല്ല് തെറ്റിക്കുന്ന പരിപാടിയല്ല. എന്റെ ജീവിത പ്രശ്നമാണ്. അലമ്പുണ്ടാക്കരുത്. ഞാൻ അങ്ങനെ ചെയ്യൂ? മനോജ്, ഇവരെന്താ പശുവിനെ പുല്ല് തെറ്റിക്കാൻ വന്ന? ഇതാണ് ഈ മേജർ കാറ്റൽ ഫാം. പോടാ. മനോജ്, നമുക്ക് പ്രപ്പോസ്ഡ് ഏരിയയിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ? അത് കുറച്ച് അപ്പുറത്തെ. ഓ, അവിടെയാണോ? മാഡത്തിന്റെ ഓക്കെ, താങ്ക് യു. മനോജ്, യു ലുക്ക് സോ യങ്. എന്താ ഇത്ര ചെറുപ്പത്തിലെ ഇങ്ങനെ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ കാരണം? ചെറുപ്പത്തിലെ പശുവിനൊക്കെ കണ്ടാ വളർന്നത്. അച്ഛനാണെങ്കിൽ ഭയങ്കര സപ്പോർട്ടാ. പുള്ളി ഇതിൽ ഭയങ്കര എക്സ്പെർട്ട് ആണേ. പിന്നെ അതൊന്നുമല്ല, വേറെ ഒരു പണിയും കിട്ടിയില്ല. അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? എന്റെ പാർട്ട്ണറാ. പാവോ, കാണാൻ ഇങ്ങനെ ഇരിക്കണമെന്നുള്ളൂ. ഒരു മേജർ ഷോട്ട് ഇതിന്റെ മാറിപ്പോടർക്ക. പറമ്പിലാണ് അവന്റെ അമൽനീര് തെളി. ഏതറിയാൻ പരാതി? എടാ, മാഡം കൂടെ കൊണ്ടെന്താ? എന്തിനു? അവർക്ക് ഈ പ്രൊജക്ടിന്റെ ഒരു വീഡിയോ പ്രസന്റേഷൻ ബോർഡ് മുമ്പിൽ അവതരിപ്പിക്കാൻ. നീ അലമ്പുണ്ടാകരുത്. ചെറുതായിട്ട്. മിസ്റ്റർ മനോജ്, പ്ലീസ് കം. യെസ് മാഡം. നിങ്ങൾ തന്ന പ്രൊപ്പോസ്ഡ് പ്ലാനിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വേണ്ടി വരും. മാഡം പറഞ്ഞാ മതി. ഞങ്ങളൊരു പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ബാപ്പ പറഞ്ഞാൽ പോലും അതിലൊരു മാറ്റമില്ല. പിന്നെ ഇത് മനോജ്, why this man is always talking rubbish questions? അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ പ്ലാനിൽ കൊടുത്തിരിക്കുന്ന കമ്പോസ്റ്റ് പിറ്റില്ലേ, അതായത് ചാണകക്കുഴി കമ്പോസ്റ്റ്, അതിന്റെ പൊസിഷനിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയേ പറ്റൂ. I'll suggest you some ideas later, okay? മാഡം പറഞ്ഞാ മതി. അതെ, ഈ പശു എവിടെ ചാണകിടാന്നുള്ളത് പശുവിന്റെ ഇഷ്ടം. അതെവിടെ കൊണ്ടുപോയി കളയാന്നുള്ളത് നമ്മുടെ ഇഷ്ടം. അല്ലാണ്ട് ഒരു കുഴി കുഴിച്ചിട്ട് പശുവിനോട് ഇവിടെ ചാണകിടാൻ പറഞ്ഞാ നടക്കണ കാര്യമാണ്. ഹലോ, വാട്ട്സ് യുവർ പ്രോബ്ലം മാൻ? നിങ്ങൾക്ക് ഈ പ്രോജക്റ്റുമായി മുന്നോട്ട് പോകാൻ തീരെ താല്പര്യമില്ലേ? വാട്ട്സ് ദിസ് മനോജ്? അതെ, ഞങ്ങൾ ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ടോ പിന്നോട്ടോ സൈഡിലോട്ടോ ഒക്കെ പോയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിയാൽ മതി കേട്ടാ. Hey, behave yourself. Otherwise, get lost. അയ്യടി, എന്റെ നാട്ടിൽ വന്നിട്ട് എന്നെ മര്യാദ പഠിപ്പിക്കുന്നു. ഇടിച്ചോട് പോണേ സാധനത്തിന്. You bloody! നിങ്ങൾ രണ്ടുപേരും ഈ പ്രോജക്റ്റുമായി മുന്നോട്ട് പോകുന്നത് എനിക്കത് കാണണം. I'm gonna screw this project. പിന്നെ ഇയാളെ കൂടെ സ്ക്രൂ കൊടുക്കാൻ പോലെ ഒന്ന് ഓടി. ഞങ്ങൾ ഈ കാറ്റിൽ ഫാൻ തുടങ്ങുകയും ചെയ്യും. ഇവിടെ വളർത്തുന്ന പശുവിനെ മാറിനൊക്കെ ഞങ്ങൾ തന്നെ കാര്യം ചെയ്യും. അത് ചോദിക്കാൻ നീയാറി. സ്വഭാവം നിനക്കറിയാമല്ലോ. ഞാൻ തറയാൻ മഹാതറയാണ്. നീ പോ. അതാമോത്ത് നോക്കിയാണ് എന്റെ നാട്ടിൽ എന്നെ പഠിപ്പിക്കാൻ പറ്റും. കാറ്റിൽ ഫാൻ കുഴിച്ചു കൂടും. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ പോയി ചൂട്. എന്റെ മേത്തോട്ട് ഞാൻ തറവാട്ടി പറഞ്ഞു. ഒടുവിൽ സ്ഥലം CA ഷൺമുഖദാസ് വീട്ടിൽ വന്ന് സൽമാന്റെ ബാപ്പയോട് കാര്യത്തിന്റെ ഗൗരവം പറഞ്ഞപ്പോഴാണ് സൽമാന്റെ ചങ്കിൽ നിന്ന് ശരിക്കും കിളിപാറിയത്. ഒരു സ്ത്രീയെ പരസ്യമായിട്ട് അപമാനിക്കുക IPC സെക്ഷൻ 402-516, അതും ഒരു ഗവൺമെന്റ് ഓഫീസറെ അവരുടെ ഡ്യൂട്ടി സമയത്ത്. IPC സെക്ഷൻ 478. ഇവനൊക്കെ ബോധമില്ലായിരുന്നു. ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ പണ്ടേക്ക് നന്നായേനെ. അന്ന് പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ് ഷൂട്ട് ചെയ്യാൻ വന്ന ക്യാമറയിൽ ഇവന്റെയൊക്കെ സകല കോപ്രായ തരങ്ങളും വ്യക്തമായിട്ട് പതിഞ്ഞിട്ടുണ്ട്. She showed me that and I have got the right proof. ഇവൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിണ്ടായില്ല. ഒന്ന് കലക്കണമെന്നേ ഇവന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഇപ്പൊ എല്ലാം ഉദ്ദേശിച്ച പോലെ കലങ്ങിയല്ലോ അല്ലേ? എന്തും കലക്കാൻ ഇവൻ എടുക്കണ. അയ്യോ സാറേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ അവരോട് കാര്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇത് കേസാക്കാതെ ഒരു കോംപ്രമൈസിന് ഞാൻ അവരെ പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇസ്മൈലാജിനെ വേണ്ട രീതിയിലൊന്ന് കണ്ടാ മതി. ഇപ്പോ എന്തു വേണമെങ്കിലും ചെയ്യാം. കേസൊക്കെ ആയ കുടുംബത്തിന് നാണക്കേടാ. അവരെന്ത് കോംപ്രമൈസാ ചോദിക്കുന്നത്? പുള്ളിക്കാരി മേനകാന്തിയുടെ എന്തോ വലിയ സപ്പോർട്ടറാന്നൊക്കെയാ കേൾക്കുന്നത്. ഇതിപ്പോ കാറ്റിൽ സംബന്ധമായ വിഷയമായതുകൊണ്ട് ഇവനോട് സൽമാനോട് ഒരു പശുവിനെ ആൾക്കാരുടെ ഇടയിൽ വെച്ച് 4 പേര് കാണുക ഒറ്റയ്ക്ക് കുളിപ്പിക്കണമെന്നാ അവരാവശ്യപ്പെടുന്നത്. പിന്നെ അവസാനം മൃഗങ്ങളെ കറി വെച്ച് തിന്നുമെന്നൊക്കെ പറഞ്ഞത് അവർക്ക് തീരെ പിടിച്ചിട്ടില്ല. എന്താ, സമ്മതാണോ?
ഇത് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാൻ അന്ന് ഉണ്ടായിരുന്ന പയ്യൻ അവിടെ ഉണ്ടാവും. അവനത് ഷൂട്ട് ചെയ്ത ടേപ്പ് അവർക്ക് അയച്ചു കൊടുത്ത് അവർക്ക് ബോധ്യപ്പെട്ട അവർ പരാതി പിൻവലിക്കുന്നതായിരിക്കും. പശുവാണോ എരുമയാണോ? കണ്ണാടി എടുത്തു വേടാ, കണ്ണാടി എടുത്തു. എടാ പാല് ഇറങ്ങാനല്ല പറഞ്ഞത്, കഴുകാനാ, കുളിപ്പിക്കാൻ. ഇവിടെ മേലാണെങ്കിൽ പണിയെടുക്കണം. അവന്റെ ഒരു നിക്കറും ഒരു ബനിയനും ബനിയനകത്ത് ഒരു തൊപ്പിയും. നിന്റെ ആനിമൽ ഹസ്ബൻഡ് ഓഫീസിൽ അവർക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ചെയ്യുന്നുണ്ടല്ലേ? ചന്തേടി കുറ കുറച്ച് ഷോ ഇറക്കണം പറഞ്ഞപ്പോഴും പൈലി ഇതുപോലെ പെർഫോം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സൽമാന്റെ ബാപ്പ അന്ന് റെസ്റ്റോറന്റിൽ വെച്ച് എന്നോട് സംസാരിച്ചപ്പോ അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. സ്വന്തം വാപ്പയുടെ കയ്യിൽ ഒരുപാട് കാശുണ്ടെന്നുള്ള അഹങ്കാരം എല്ലിൻ്റെ ഇടയിൽ കുടുങ്ങി ജീവിക്കുന്നവനാ സൽമാൻ. നിന്റെ അത്ര കുരുട്ടുബുദ്ധി ഈ ലോകത്തിൽ ആർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലൊരല്പമെങ്കിലും എടുത്ത് അവനെ ഒന്ന് നന്നാക്കാൻ ശ്രമിച്ചൂടെ? വിഷമം കൊണ്ട് പറഞ്ഞു പോയത്. വെയിറ്റർ, തന്തൂരി ഇല്ലേ? ഇവിടെ ഒരു ഫുൾ തന്തൂരി. ഞാൻ ഇറങ്ങിയ ബില്ല് ഞാൻ കൊടുത്തോളാം. ഒരു ഫുൾ തന്തൂരി മേടിച്ചു തന്നോണ്ടാണോ അതോ അവന്റെ ബാപ്പ ഉള്ളി തട്ടി പറഞ്ഞോണ്ടാണോന്ന് അറിയില്ല, അവനെ ഒന്ന് നന്നാക്കാൻ ശ്രമിക്കാമെന്ന് ഞാനും തീരുമാനിച്ചു. അതിന്റെ ആദ്യ പടിയായി അവന്റെ പെണ്ണുകാണൽ കഴിഞ്ഞുടനെ ഞാൻ നാട്ടിൽ നിന്നും മുങ്ങി. അപ്പൊ ഈ ഒരാഴ്ച നീ എങ്ങോട്ടാ മുങ്ങിയേ? എന്റെ മാമാടെ വീട്ടിലേക്ക്. അല്ല, അത് അവന്റെ കൂടെ നിന്നിട്ട് അവനിട്ട് പണി കൊടുക്കാൻ എന്തെങ്കിലും പ്ലാൻ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എന്നിട്ട് അവന്റെ ബാപ്പയ്ക്ക് ഞാൻ വ്യക്തമായ ഒരു പ്ലാൻ പറഞ്ഞു കൊടുത്തു. ആദ്യം അവൻ കേട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ലാത്ത ഒരു പ്ലാൻ. അതിലവൻ വീഴുകയും ചെയ്തു. അപ്പൊ ഈ അനിമൽ ഹസ്ബൻഡറി ഓഫീസ് എന്റെ മോളെ മോള് എന്റെ പുറപ്പെടണം. ബികോം ഫസ്റ്റ് ഇയർ പഠിക്കണം. പിന്നെ അവളുടെ കൂടെ പഠിക്കുന്ന ഒരുത്തിനെ വിളിച്ച് ക്യാമറയും കൈ കൊടുത്ത് കൂടെ അങ്ങ് നിർത്തുക. എന്നിട്ടത് കലക്കണ പരിപാടി ആയതുകൊണ്ട് സൽമാൻ കറക്റ്റ് സമയത്ത് പല്ലുവലും നിൽക്കുന്ന സ്പോട്ടിലെത്തി. ഞാൻ പ്രതീക്ഷയിൽ മേലെയായിരുന്നു സൽമാന്റെ പെർഫോമൻസ്. ഞങ്ങളും ഞങ്ങളുടെ റോള് ഭംഗിയായിട്ട് ചെയ്തേ. അപ്പൊ ഈ CI ഷൺമുഖൻ നമ്മുടെ സുഗുണൻ ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടതാ. ഓന് സിനിമയിൽ അഭിനയിക്കുന്നത് ഭയങ്കര താല്പര്യം. കൊടുത്തില്ലേ ജീവിതത്തിൽ കീടലൻ റോള്. ഇങ്ങനെ ഒരാളേക്ക് പിടിച്ചിട്ട് സർക്കിൾ ഇൻസ്പെക്ടർ ആണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ സൽമാൻ മനസ്സിലാവില്ലേ? പിന്നെ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ആരാന്ന് വെച്ചാൽ പറയാത്തവനാ സൽമാൻ. പിന്നെ ആ സ്ഥലം CI. അങ്ങനെ സൽമാനെ പരസ്യമായിട്ട് നാണം കെടുത്തി. അല്ല, ഇതുകൊണ്ട് അവന്റെ അഹങ്കാരം എല്ലാം കുറഞ്ഞ? കുറച്ചൊരു മാറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഒരു ബിസിനസ് ഒക്കെ തുടങ്ങിയല്ലോ, ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ്. അൽഹംദുലില്ലാഹ്. എന്നിട്ട് ഇപ്പൊ ഈ സൽമാൻ എവിടെയുണ്ട്? അവൻ നമ്മുടെ നസറിനെയും കൊണ്ട് കറങ്ങാൻ പോയേക്കല്ലേ. എന്ത്, അത് സെറ്റായ? പിന്നല്ലാതെ നടക്കില്ലെന്ന് അവന്റെ ബാപ്പനെ കൊണ്ട് ഞാനല്ലേ പറയിപ്പിച്ചേ. എന്റെ പ്ലാന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പൊ കല്യാണം കഴിഞ്ഞ? നിക്കാഹ് കഴിഞ്ഞു. കല്യാണം അടുത്ത ദിവസം 8-ാം തീയതി ഞായറാഴ്ച. അല്ല, നീ കാര്യം സൽമാന്റെ അടുത്ത് പറഞ്ഞ എപ്പോഴെങ്കിലും? പറഞ്ഞിരുന്നു. എന്നിട്ട് പട്ടി തെണ്ടി മോനെ. എടാ, എന്നാലും നീ എന്നോട് ഇത് ചെയ്തല്ലോടാ. എന്റെ കൈ ധരിച്ചിട്ട് പാടില്ല. എടാ, ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? ഇനി വന്നാണ്ടല്ലോ നിൽക്കുന്ന നിപ്പോ നീ എന്നെ ഇത് മേടിക്കും. നിന്നെ നന്നാക്കാൻ വേണ്ടിട്ടല്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ. നന്നാക്കാനോ? ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നാണം കടത്തിട്ടാണോടാ പുല്ലേ ആളാ നാക്കുന്നത്. ശാപം പൊക്കോളന്റെ മുമ്പിൽ. അന്ന് വന്നാ പെണ്ണുമ്പിള്ള അനിമൽ ഹസ്ബൻഡറി ഓഫീസർ ഏതാണ് അവള്? അവളെയൊക്കെ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ. അവളൊന്നും പറയണ്ട, അവളെന്റെ മുറപ്പെണ്ണ. ഏത് മുറപ്പെണ്ണ്? നീ കാര്യം ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അയ്യടാ, എനിക്ക് ലുക്സ് ഇല്ലല്ല. ഇനി അവളെ നിനക്ക് പരിചയപ്പെടുത്തിട്ടുണ്ട്, നീ അവളെ കെട്ടിയെടുക്കാൻ. നീ കൂടുതൽ ഉണ്ടാക്കാനൊന്നും പറയണ്ട. ചേട്ടേ, അളിയാ
എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞ്. ഞാനപ്പത്തെ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു. ഐ ആം സോറി. വീട്ടിൽ പോ. എന്ത് പോടാ അവിടുന്ന്? നിന്നോടുള്ള പുറത്ത് ഇന്നത്തോടുകൂടി ഞാൻ നിർത്തി. ഇനി നമ്മളെ ഒരു ബന്ധമില്ല. എടാ അതിന് ഞാൻ സോറി പറഞ്ഞില്ലേ? പിന്നെന്താ? നീ സോറി പറഞ്ഞു കഴിഞ്ഞാൽ തല്ലിന്റെ വേണ്ട മൊത്തത്ത് പോവോ? ഇന്ന് മുതൽ സൽമാന്റെ വഴി, എനിക്ക് എന്റെ വഴി. ജീവിതത്തിന്റെ ഏതെങ്കിലും മൂലയിൽ വെച്ച് നമുക്ക് എപ്പോഴെങ്കിലും കണ്ടുകൊണ്ടാ. ബൈ. ഇനിയിപ്പോ ഒരു ഫുൾ കോഴി ബിരിയാണി വാങ്ങി തന്നാ ഈ പ്രശ്നം തീരൂ? ഒരു ഫുൾ കോഴി ബിരിയാണി വാങ്ങിച്ചെന്നാ ഈ പ്രശ്നം തീരോ? എപ്പം മേടിച്ചു തരും?